ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജിയോമെട്രിയുടെ അടുത്ത ക്ലാസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ 16 17ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കണ്ട് ഫോളോ ചെയ്ത് വരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സ് ക്ലാസ് പ്ലേലിസ്റ്റിലുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സും പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ബാക്കി എല്ലാ ക്ലാസ്സുകളും ഇട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജിയോമെട്രിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രയാങ്കിളിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ 43 ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ജി ഇസ് ദ സെൻട്രോയിഡ്, എ ബി തന്നിട്ടുണ്ട്, ബി സി തന്നിട്ടുണ്ട്, എ സി തന്നിട്ടുണ്ട്, എ ഡി ഇസ് ദ മീഡിയൻ, ഫൈൻ ജി ഡി. നമ്മളെല്ലാം പഠിച്ചതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ജി സെൻട്രോയിഡ് ആണെന്ന് പറയുന്നു. എന്നിട്ട് എ ബി 15 ബി സി 18 എ സി എത്രയാണ്, 25 എ ഡി എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. ഓക്കെ, അപ്പോൾ മീഡിയൻ എ ഡി ആണ്. ഇപ്പോൾ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മീഡിയനിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഇത് 2:1 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഫൈൻ ദ വാല്യൂ ഓഫ് ജി ഡി. ജി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഡി എന്ന് പറഞ്ഞാൽ 1 റേഷ്യോ. നമുക്ക് എന്ത് വേണം, ആദ്യം ആ ഒരു എ ഡിയുടെ ലെങ്ത് വേണം. എ ഡിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോളോണിയസ് തിയറം ഉണ്ട്. അപ്പോളോണിയസ് തിയറം നമ്മൾ പഠിച്ചതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചതാണ്. 2 × AD² പ്ലസ് BD², അതായത് താഴത്തുള്ളതിൻ്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ പഠിച്ചതാണ്. BD² ഈക്വൽ ടു AB² പ്ലസ് AC² നമ്മൾ പഠിച്ചാണ്. ആ ഒരു മീഡിയൻ ഉണ്ടാക്കുന്ന സൈഡുകളുടെ സ്ക്വയർ ഈക്വൽ ടു 2 × ആ ഒരു മീഡിയൻ്റെ സ്ക്വയർ പ്ലസ് താഴത്തുള്ള അതിൻ്റെ പകുതിയുടെ സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ഡിയുടെ വാല്യൂ വേണം. അപ്പോൾ 2 × നമുക്ക് കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ വലിയ പാടൊന്നുമില്ല, ഹോംവർക്കായിട്ട് തന്നെയാണ്. അപ്പോൾ 2 × AD² നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് ഞാൻ AD² തന്നെ കൊടുക്കാം. പ്ലസ് BD², 18ൻ്റെ പകുതി 9, 9ൻ്റെ സ്ക്വയർ 81 ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 25 സ്ക്വയർ 625. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, AD² വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഇത് എത്ര കിട്ടും, 800, 850ൻ്റെ പകുതി 425, 425 മൈനസ് 81, 425 നിന്ന് 81 കുറച്ചാൽ 344 അല്ല 80 കൂടിയാൽ 424, 125. അപ്പോൾ AD എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, AD എന്ന് പറഞ്ഞാൽ റൂട്ട് 344 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, 4 എടുക്കാം, 44 4ൻ്റെ മൾട്ടിപ്ല, 4 × 86 ആണിത്. ഇപ്പോൾ കാൽക്കുലേഷൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്യുക. ഇപ്പോൾ 2√86 എന്ന് എഴുതാം. റൂട്ട് പുറത്ത് വരുമ്പോൾ റൂട്ട് ഓഫ് 4 × 86 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 2√86 എന്ന് കൊടുക്കാം എ ഡിയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻ എന്താ കാര്യം, 86 ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന വാല്യൂ ടോട്ടൽ 3ൻ്റെ വാല്യൂ ആണ്. ഇതിനകത്ത് ടോട്ടൽ AD, അതായത് 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 2√86 നമുക്ക് എത്രൻ്റെ വാല്യൂ വേണ്ടുന്നത്, ജി ഡി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്, 1ൻ്റെ വാല്യൂ വേണം. അതായത് 2/3 × √86, 2/3 × √86 ഓപ്ഷൻ ബി നമ്മളുടെ കയ്യിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മീഡിയൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം സൈഡുകളെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ മീഡിയൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് അപ്പോളോണിയസ് തിയറം, അല്ലെങ്കിൽ തിയറമാണ് അപ്പോളോണിയസ് തിയറം. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു മീഡിയൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് മീഡിയൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, ആ മീഡിയൻ ഉണ്ടാക്കുന്ന സൈഡുകളുടെ സ്ക്വയറിൻ്റെ സം ഈക്വൽ ടു 2 × മീഡിയൻ്റെ സ്ക്വയർ പ്ലസ് താഴെ ആ ഒരു മീഡിയൻ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ സ്ക്വയർ. അതിൽ നിന്ന് നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ പഠിച്ചു നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിലാണ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2:1 ടോട്ടൽ 3യുടെ വാല്യൂ ആണ് ആ മീഡിയൻ്റെ ലെങ്ത്. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ജി ഡി എന്ന് പറയുന്ന ആ ലാസ്റ്റിലത്തെ 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി എ ഡി ബി ആൻഡ് സി എഫ് ആർ മീഡിയൻസ്. ഇഫ് എ ഡി എന്നിട്ട് ബി സി ആണ് സി എഫ്, വിച്ച് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്. ആ ഒരു ട്രയാങ്കിളിൻ്റെ ലാർജസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ ബി സി ട്രയാങ്കിളിൽ ABC ട്രയാങ്കിളാണെന്ന് വെച്ചോ. അപ്പോൾ എ ഡിയും ബി ഡിയും സി എഫും തന്നിട്ടുണ്ട്. എല്ലാം എന്താണ്, മീഡിയൻസ് ആണ്. എ ഡിയും ബിയും അതേപോലെ സി എഫ്, എ ഡിയും ബിയും സി എഫ് എന്താണ്, മീഡിയൻസ് ആണ്. എ ഡിയും ബിയും സി എഫും മീഡിയൻസ് ആണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്, വലിയ സൈഡിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാം, ഓരോന്നിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ആ ഒരു ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൻ്റെ ഫോമുല ഉണ്ട്. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ഫോമുല അല്ലെങ്കിൽ ലാർജസ്റ്റ് സൈഡിൻ്റെ ഫോമുല ഒരു ഫോമുല ഉണ്ട്, ഫോമുലയായിട്ട് പഠിക്കാം. 2/3 × √2 × M2² പ്ലസ് M3², മീഡിയൻ ആണ്, M3² മൈനസ് M1². അത് നമുക്ക് ഞാനൊരു ഇക്വേഷനായിട്ട് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയാണ് കേട്ടോ. ഈ ഫോമുല കാണാതെ പഠിച്ചോളുക. ഞാൻ പറഞ്ഞു സ്ട്രാറ്റജിക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ AD M1 ഞാൻ 6 എന്ന് കൊടുത്തു. AD എത്രയാണ്, മീഡിയൻസ് 12 അല്ലേ. ഓക്കെ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് സൈഡ് ആണ് മീഡിയൻസിൻ്റെ വാല്യൂ. ഓക്കെ, AD CF. യെസ്, അപ്പോൾ M1
M2 M3 9 ആണ്. 3 വാല്യൂസ് കൊടുത്തു. എ ഡി ആണ് ഞാൻ എന്തെന്ന് കൊടുത്തത്, നമ്മളുടെ M2 എന്ന് കൊടുത്തത്. യെസ്, മീഡിയൻ ടു എയിൽ നിന്നുള്ളത് ലാർജ് സൈഡ് നമുക്ക് നോക്കാം, ഏതായാലും മതി. ലാർജ് സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ലാർജ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു M2 സ്ക്വയർ പ്ലസ് M3 സ്ക്വയർ മൈനസ് M1 സ്ക്വയർ, മീഡിയൻ്റെ സ്ക്വയർ. യെസ്, ഇവിടെ 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു M2 12 144 M2 M3 കുഴപ്പമില്ല, 144 81 225. ഓക്കെ, 220 225 മൈനസ് അടുത്തതിൻ്റെ സ്ക്വയർ എത്രയാണ്, 6ൻ്റെ സ്ക്വയർ 36, M1ൻ്റെ സ്ക്വയർ. യെസ്, മൂന്നാമത്തെ സ്ക്വയർ. അപ്പോൾ ഞാൻ എന്ത് കിട്ടും, 2/3 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും, 450 മൈനസ് 36 നേരത്തെ ചെയ്തതാണ്. 450 മൈനസ് 36, 450 മൈനസ് 36 അല്ലേ, 2 ഇൻറ്റു 450 മൈനസ് 36 414. അപ്പോൾ 414 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 9 കോമൺ എടുക്കാം, 3 ഇൻറ്റു 414 ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് 4 ബാക്കി 46, റൂട്ട് 46 കിട്ടും. ഇപ്പോൾ 3 വെട്ടിപ്പോയി 2 റൂട്ട് 46 നിന്ന് കിട്ടും ആൻസർ. നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ലാർജ് സൈഡിൻ്റെ ലെങ്ത് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ലാർജ് സൈഡിൻ്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡിയും ബിയും സി എഫ് തന്നിട്ടുണ്ട്. എ ഡി 12 ആണ്, ബി 9 ആണ്, സി എഫ് 6 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് M1 എന്ന് പറഞ്ഞാൽ M1 M2 M3, അപ്പോൾ അതിനകത്ത് ലാർജ് സൈഡ് എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു M2 പ്ലസ് M2 സ്ക്വയർ പ്ലസ് M3 സ്ക്വയർ മൈനസ് M1 സ്ക്വയർ, എല്ലാത്തിൻ്റെ സ്ക്വയർ ആണ്. ഇപ്പോൾ നമുക്കിവിടെ 2/3 വരും, റൂട്ട് വരും, അകത്ത് 2 ഇൻറ്റു M2 സ്ക്വയർ പ്ലസ് M3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ്, അല്ലെങ്കിൽ M2 സ്ക്വയർ പ്ലസ് M3 സ്ക്വയർ മൈനസ് M1 സ്ക്വയർ. അപ്പോൾ ഇവിടെ M1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഏറ്റവും ചെറുതായിരിക്കണം. അപ്പോൾ അതായത് M1 ലെസ് ദാൻ M2 അല്ല, M1 ഏറ്റവും ചെറുതായിരിക്കണം, ഏറ്റവും സ്മോളസ്റ്റ്, അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. സ്മോളസ്റ്റ് മീഡിയം M1. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഫിക്സ് ആക്കാം. ഇതിനെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫിക്സ് ആക്കുക. ഒരുപാട് പേര് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആദ്യം ആ ഒരു M1 സ്മോളസ്റ്റ് സൈഡിനെ ഫിക്സ് ആക്കുക, സ്മോളസ്റ്റ് മീഡിയനെ ഫിക്സ് ആക്കുക. ബാക്കി M2 M3 എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു ഫോമുലയിൽ അത് പ്രശ്നമില്ല. അപ്പോൾ ലാർജ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3 മീഡിയം തന്നിട്ടുണ്ട്. അങ്ങനെ ലാർജ് സൈഡ് എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു M2 സ്ക്വയർ പ്ലസ് M3 സ്ക്വയർ. M2 M3 എന്താണ്, നമ്മുടെ സ്മോളസ്റ്റ് അല്ലാത്ത 2 മീഡിയൻസ് ആണ്, മൈനസ് M1 സ്ക്വയർ. അതായത് ഏറ്റവും ചെറിയ മീഡിയൻ കുറച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ, ഇവിടെ ലാർജസ്റ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടത്തുള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിപ്പോൾ നമ്മുടെ 45ാമത്തെ ക്വസ്റ്റ്യൻ. In a right angle triangle A B C, angle B is the right angle and AN and CM are medians. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ബി സിയിൽ ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആണ്, എ എന്നും സി എമ്മും എന്താണ്, AN ആൻഡ് CM ആർ ദ മീഡിയൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഫോമുല എന്താണ്, 4 ഇൻറ്റു അല്ലെങ്കിൽ 4/5 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ 4 യൂണിറ്റ് ആണെങ്കിൽ AN സ്ക്വയർ പ്ലസ് ANും CM സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 5 യൂണിറ്റ് ആയിരിക്കും. ഇത് കാണാതെ പഠിക്കേണ്ട സാധനമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോമുല വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അപ്ലോണിസ് തിയറമാണ്. അപ്ലോണിസ് തിയറം വെച്ച് വരുന്ന സമയത്ത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡെറിവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു AN സ്ക്വയർ പ്ലസ് BN സ്ക്വയർ, AN സ്ക്വയർ പ്ലസ് BN സ്ക്വയർ 2 ഇൻറ്റു, ഇവിടെ ഇത് മീഡിയൻ അല്ലേ, അപ്പോൾ 2 ഇൻറ്റു AN സ്ക്വയർ പ്ലസ് BN സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ആണ് നമ്മുടെ അപ്ലോണിസ് തിയറം. അതായത് ഈ മീഡിയൻ ആണ് ഇത് AN എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ഉണ്ടാക്കുന്ന സൈഡുകളാണ് ABയും ACയും, അതിൻ്റെ സ്ക്വയറുകളുടെ സം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആ ഒരു മീഡിയൻ്റെ സ്ക്വയർ പ്ലസ് താഴത്തുള്ളതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഫോമുല കിട്ടും, 2 ഇൻറ്റു AN സ്ക്വയർ പ്ലസ് BN എനിക്ക് BC സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് കിട്ടും. അതേപോലെ രണ്ടാമത്തേനകത്തും കിട്ടും, AC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ബൈ 2 പ്ലസ് 2CM സ്ക്വയർ ഈക്വൽ ടു, അങ്ങനെ ഒരു ഫോമുല കിട്ടും. അപ്പോൾ അതിനൊക്കെ ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഡെറിവേഷനാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, രണ്ടുകൂടെ പിന്നെയും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 4 ഇൻറ്റു AN സ്ക്വയർ പ്ലസ് CM സ്ക്വയർ ഈക്വൽ ടു 5 ഇൻറ്റു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഇത്രയും കാര്യങ്ങളൊന്നും ഡിറൈവ് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്,
വൺ ലൈനർ പരീക്ഷയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ആണ്. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വരുന്നത് ഇങ്ങനെയൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സംഭവം എന്ന് പറഞ്ഞാൽ അപ്രോണിക് സ്ഥിരം വെച്ചാണ് വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇത്ര കാര്യം പഠിക്കുക, ഒരു റൈറ്റ് ആംഗിൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയാണ്. നമ്മൾ സ്റ്റാറ്റിക് ജികെ പോലെ കുറച്ച് സ്മാർട്ടായിട്ട് നമ്മൾ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. എക്സാം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ രണ്ട് മീഡിയൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ മീഡിയൻ ആണെങ്കിൽ ഇത് എ ബി സി ആണെങ്കിൽ നമുക്ക് സൈഡിൻ്റെ സ്ക്വയർ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, റൈറ്റ് ആംഗിൾ ഉണ്ടാക്കുന്ന എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ 5 യൂണിറ്റ് ആണെങ്കിൽ 4 യൂണിറ്റ് ആണെങ്കിൽ മീഡിയൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ എന്നും ബി എമ്മും. അപ്പോൾ എ എൻ സ്ക്വയർ പ്ലസ് ബി എം സ്ക്വയർ എ എം സ്ക്വയർ പ്ലസ് സി എം സ്ക്വയർ. ഓക്കെ, അത് രണ്ടൊന്നാണ് മീഡിയൻസ് ആണ്. 90 ഡിഗ്രി ഇല്ലാത്ത 90 ഡിഗ്രി തൊട്ട് അല്ലാത്ത മീഡിയൻസ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. മീഡിയൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് വലുതായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ 4 ആണെങ്കിൽ എ എൻ സ്ക്വയർ പ്ലസ് സി എം സ്ക്വയർ എന്തായിരിക്കും? 5 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ 90 ആണ്. ആംഗിൾ എ 90 ഡിഗ്രി ആണ്. എ ബി സി ആണെന്ന് വെച്ചോ. ബി പിയും സി ക്യൂ മീഡിയൻസ് ആണ്. ബി പിയും സി ക്യൂ എന്താണ്? മീഡിയൻസ് ആണ്. അപ്പോൾ ബി പിയും സി ക്യൂ മീഡിയൻസ് ആണെങ്കിൽ ദെൻ ദ വാല്യൂ ഓഫ് ബി പി സ്ക്വയർ പ്ലസ് സി ക്യൂ സ്ക്വയർ ബൈ ബി സി സ്ക്വയർ. അപ്പോൾ ബി പി സ്ക്വയർ പ്ലസ് സി ക്യൂ സ്ക്വയർ ബൈ ബി സി സ്ക്വയർ. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടനുസ് ആണ്. ഹൈപ്പോട്ടനുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബി പി സ്ക്വയർ പ്ലസ് സി ക്യൂ സ്ക്വയർ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആ ഒരു മീഡിയൻസ് റൈറ്റ് ആംഗിളിലോട്ട് അല്ലാതെ വെർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്ന രണ്ട് മീഡിയൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് 5 യൂണിറ്റ് ആണെങ്കിൽ ബാക്കി ആ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാക്കുന്ന സൈഡുകളുടെ സമ്മ്, അല്ലെങ്കിൽ ആ മീഡിയം വരച്ചിരിക്കുന്ന സൈഡുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി കൊടുക്കാം. ഓപ്ഷൻ ബി 5/4 ആണ്. ഓപ്ഷൻ ഡി എന്താണ്? ഓപ്ഷൻ ഡി 5/3 ആണ്. അപ്പോൾ എത്രയായിരിക്കും വാല്യൂ? 5/4. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്യും? അവർ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സി ജി എല്ലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സി ജി എൽ 19/4/2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാൽ ഇവിടെ പറയുന്നത് എന്താ? ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലെങ്ത് ഓഫ് ദ മീഡിയൻ ഫ്രം ദ വെർട്ടിസസ് ഓഫ് അക്യൂട്ട് ആംഗിൾ ആർ അക്യൂട്ട് ആംഗിൾസിൽ നിന്നുള്ള കണ്ടോ അക്യൂട്ട് ആംഗിൾസിനുള്ള ലെങ്ത് തന്നിട്ടുണ്ട്. പടം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. 7 4√6 വാട്ട് ഇസ് ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടൻസ്. ഹൈപ്പോട്ടൻസിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഹൈപ്പോട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ എ ബി സി ആണെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പം നമുക്ക് പറയാം ഇത് എ പിയും സി ക്യൂ ആണെന്ന് വെച്ചു. ഇപ്പോൾ എ പി സ്ക്വയർ പ്ലസ് സി ക്യൂ സ്ക്വയറിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. എ പി സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ മീഡിയൻ്റെ സ്ക്വയർ 7ൻ്റെ സ്ക്വയറും 49ഉം ഇതിൻ്റെ സ്ക്വയർ 16 × 6 96. അപ്പോൾ 49 പ്ലസ് 96 ഡിവൈഡഡ് ബൈ നമുക്ക് വേണ്ടുന്ന എ സി സ്ക്വയർ ഈക്വൽ ടു 5/4 ആണ്. അപ്പോൾ ഇതിന് എ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 49ഉം 96 എത്രയാണ്? 50 95 145/5 29 × 4 29 × 4 എന്ന് വരും. അതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ എത്ര കിട്ടും? 2√29. 2√29 എവിടെ ഉണ്ട്? ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കിട്ടിയാൽ പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പേന എടുക്കാതെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പേന എടുക്കാന്ന് വെച്ചാൽ സ്റ്റെപ്പ് കുറച്ച് ഇപ്പോൾ അവിടെ ഒന്ന് വരയ്ക്കണം. അപ്പോൾ എയുടെ സ്ക്വയറും 4√6ൻ്റെ സ്ക്വയറും 145. 145ൻ്റെ വാല്യൂ 5 യൂണിറ്റ് ആണെങ്കിൽ 4 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എ സിയുടെ ഹൈപ്പോട്ടൻസ് സ്ക്വയർ ഇട്ട് അതിൻ്റെ റൂട്ട് എടുക്കാം. 29 × 4 2√29. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇത്ര എഴുതിയും ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട് നിങ്ങളുടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, 47 ക്വസ്റ്റ്യൻ വരെ ചെയ്തു. ക്ലിയർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും നേരത്തെ 1 2 3 4 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. യെസ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോവാം. പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയിട്ട് കംപ്ലീറ്റ് മാത്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് മാത്സ് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം കാൽക്കുലേഷനൊക്കെ വേണ്ടി അപ്രോക്സിമേഷൻ മെത്തേഡും ഡീറ്റെയിൽ സമ്മ് അപ്രോക്സിമേഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നത്, അതുപോലെ 0.0 മെത്തേഡ് എലിമിനേഷൻ ലാസ്റ്റ് ഡീറ്റ് അങ്ങനത്തെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ അത് എടുത്ത് ഫുള്ളായിട്ട് പഠിക്കണം. അടുത്ത വർഷത്തെ എക്സാമിന് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് മേടിക്കണം എന്നുള്ളൊരു അതെടുത്ത് ഫോളോ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ മാഗ്നമെൻ്റർ ചാനലിലുണ്ട്. പഴയ ക്ലാസ്സുകളെല്ലാം കാണുക. അർജുന ബാച്ചും ഏകലവ്യ ബാച്ചും എല്ലാം
നിങ്ങൾക്ക് CGL-ന് വേണ്ടി ഒരു ക്രാഷ് കോഴ്സായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി അല്ല, നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൈം പോലെ അതിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.